നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്ത്രീകളുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവ് ജഗനുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. പറ. എന്നാ കേട്ടോ, ഇപ്പൊ ചന്ദ്രികയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് അല്ല, ചന്ദ്രികയുടെ മുഖത്ത് എന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ, ചന്ദ്രികാമ്മയുടെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ചന്ദ്രികാമ്മയുടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ഉദാഹരണത്തിന് ഇപ്പൊ വന്ദനയുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് വിട്. അമ്മ ആരെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. എങ്കിൽ പറ, ഒന്ന് കേക്കട്ടെ. സ്ത്രീകളുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവ് ജഗനുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. പറ. എന്നാ കേട്ടോ, ഇപ്പൊ ചന്ദ്രികയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് വർഷയാ. വർഷയെക്കുറിച്ചുള്ള ഓർമ്മകളാ ഈ മനസ്സിന്റെ വേദനയ്ക്ക് കാരണം. എന്താ, ശരിയല്ലേ? ശരിയാ. ഞാൻ വർഷയെക്കുറിച്ചാ ചിന്തിച്ചിരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത്? സത്യമായില്ലേ? സത്യം. വർഷയുടെ ചിരിയും കളിയും തമാശയൊന്നും ഇവിടുന്ന് മാഞ്ഞു പോയിട്ടില്ല. വർഷ നാട് വിട്ടോടിപ്പോയതൊന്നും അല്ലല്ലോ അമ്മേ, കല്യാണം കഴിഞ്ഞു പോയതല്ലേ. വർഷയ്ക്ക് അമ്മയെ കാണണമെന്ന് തോന്നുമ്പോ വർഷ ഇങ്ങ് വരും. മോനെ ജഗ, ഏതായാലും നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭാഗ്യം ചെയ്തോളാം. മുത്തശ്ശിയുടെ നാവ് പൊന്നായിരിക്കട്ടെ. കെട്ടാൻ വരുന്ന പയ്യൻ ആരാണെന്നറിയാതെ അവളിപ്പോ എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവും. എന്റെ നല്ല മനസ്സ് തിരിച്ചറിയാൻ ഒരു പെണ്ണിന് കഴിയുന്നില്ലല്ലോ എന്ന് എന്റെ സങ്കടം. അങ്ങനെ ഏത് പെണ്ണ നിന്റെ മനസ്സിനെ തിരിച്ചറിയാത്ത? പെണ്ണെന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. എന്താ പറഞ്ഞേ? അല്ല, ഈ പെമ്പിള്ളേരുടെ കാര്യം ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ. ഓ, ഈ കൺമുമ്പിലുള്ള പെമ്പിള്ളേരൊന്നും എന്റെ മനസ്സിനെ തിരിച്ചറിയുന്നില്ല മുത്തശ്ശി. മനസ്സിൽ ആരാണെന്ന് ചോദിച്ചപ്പോ സ്വന്തം നെഞ്ചു പിളർന്ന് ശ്രീരാമദേവന്റെ രൂപം കാട്ടിക്കൊടുത്ത ഹനുമാനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നെഞ്ചു പിളർന്ന് എന്റെ മനസ്സിന് നന്മയും മഹത്വം കാട്ടിക്കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മുത്തശ്ശി. മോൻ വിഷമിക്കണ്ട. നീ ആയിട്ട് നിന്റെ നെഞ്ചു പിളർന്ന് ആരെ കാണിക്കണ്ട. ഭഗവാനായിട്ട് തന്നെ നിന്റെ ശുദ്ധഗതിയും മനസ്സിന്റെ വലിപ്പവും കാണിക്കേണ്ടവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാനും. അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വർഷയൊന്നും വിളിക്ക്.
തിരക്കിനിടയില് അവളെ വിളിച്ച് ശല്യം ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ആ ഇങ്ങോട്ട് വിളിക്കാൻ അവസരം കാത്തിരിക്കായിരിക്കും വർഷ. അങ്ങനെ പ്രവചിക്കാൻ മോനെന്താ പ്രവാചകനാണോ? അതോ ദിവ്യജ്ഞാനിയോ? ആ അതെന്ന് വെച്ചോ. ഉം? എങ്കിൽ ഞാൻ പ്രവചിക്കാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വർഷയുടെ കോൾ അമ്മയ്ക്ക് വന്നിരിക്കും. അമ്മ ഒന്ന് കണ്ണടച്ച്. വിളിക്കണേ. വർഷയാണ്. രക്ഷപ്പെട്ടു. ഇക്കാര്യം ജഗൻ പറഞ്ഞത് സത്യമായി. ജഗന്റെ നാവിനെ എന്തോ പ്രത്യേകതയുണ്ട്. അതാ എന്റെ ഏട്ട്. ഇങ്ങനെ പോയ അളിയനെ എല്ലാരും കൂടി പ്രവാചക പട്ടം തന്ന് പ്രതിഷ്ഠിക്കും. ഓ ഫോൺ അടിച്ചോണ്ടിരിക്കുക, ഞാൻ എടുക്കാം. ഇങ്ങതാ. വേണ്ട, ഇങ്ങതാ. ഞാനെടുക്കാം. എല്ലാരും കൂടെ എന്നെ കൊല്ലൂല. അങ്ങോട്ട് മാറിക്ക്. മാറ്. ഓ, മാറി നിൽക്കാൻ. ഹലോ മോളെ, എന്താ വന്നനെ? ഇത്രയും നാളെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തയാള് ഇപ്പൊ സ്നേഹം നടിച്ച് കേറി വരാൻ എന്താ കാരണം? അത് പിന്നെ എന്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ കയറി വരാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഞാൻ ഹരിതയെ കാണാൻ വന്നതാ. കൊള്ളാം. ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.